എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ 12 ജ്യോതിർലിംഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ ശാശ്വതമായ ആത്മീയ പൈതൃകത്തിൽ 12 ജ്യോതിർലിംഗങ്ങൾ അത്യന്തം വിശുദ്ധവും മഹത്തായ സ്ഥാനവും അർഹിക്കുന്നതാണ്. ശൈവഗ്രന്ഥങ്ങളായ ശിവപുരാണം മുതലായവയുടെ പ്രകാരം ഇവ മനുഷ്യർ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ മാത്രമല്ല, ശിവഭഗവാൻ സ്വയം ദിവ്യപ്രകാശ സ്തംഭമായി പ്രത്യക്ഷപ്പെട്ട സ്ഥാനങ്ങളാണ്. രൂപരഹിതനും കാലാതീതനുമായ ശുദ്ധചൈതന്യമായ തൻ്റെ സ്വരൂപം ശിവഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. ഓരോ ജ്യോതിർലിംഗവും ഭക്തി, വൈരാഗ്യം, ആത്മശുദ്ധി എന്നീ ഘട്ടങ്ങളിലൂടെ ആത്മാവിനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പ്രത്യേക ദ്വാരങ്ങളാണ്. 12 ജ്യോതിർലിംഗങ്ങൾ ഭാരത ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ദിവ്യപ്രകാശത്തിൻ്റെ 12 പ്രത്യക്ഷങ്ങളാണ്. ഇവ ചേർന്ന് മനുഷ്യാത്മാവിന് സമ്പൂർണമായ ആത്മീയ മാർഗരേഖയാകുന്നു. വിശ്വാസവും സമർപ്പണവും കൊണ്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അന്തർശുദ്ധിയും ജ്ഞാനവും കൊണ്ട് അത് പാകപ്പെടുന്നു. ഒടുവിൽ ജനന മരണചക്രത്തിൽ നിന്നുള്ള മോക്ഷത്തിൽ അത് സമാപിക്കുന്നു. ഗുജറാത്തിലെ പടിഞ്ഞാറൻ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന സോമനാഥ ജ്യോതിർലിംഗം 12 ജ്യോതിർലിംഗങ്ങളിൽ ആദ്യ സ്ഥാനത്താണ്. ചന്ദ്രനാഥൻ എന്നറിയപ്പെടുന്ന സോമനാഥൻ നാശവും നവീകരണവും ആവർത്തിക്കുന്ന ദിവ്യനിയമത്തെ പ്രതിനിധീകരിക്കുന്നു. ശാപം മൂലം പ്രകാശം നഷ്ടപ്പെട്ട ചന്ദ്രൻ ശിവഭഗവാന്റെ കൃപയാൽ ഇവിടെ തൻ്റെ തേജസ് വീണ്ടെടുത്തു. ജീവിതത്തിൽ എത്രയെങ്കിലും ഇരുണ്ട ഘട്ടങ്ങൾ വന്നാലും ദൈവകൃപയാൽ ആന്തരിക പ്രകാശം പുനരുജ്ജീവിക്കാമെന്ന് സന്ദേശമാണ് സോമനാഥം നൽകുന്നത്. സമ്പൂർണ്ണ സമർപ്പണം കർമ്മബന്ധങ്ങളിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്നു. അടുത്തത് ആന്ധ്രാപ്രദേശിലെ മല്ലികാർജുന ജ്യോതിർലിംഗം ശിവശക്തി ഐക്യത്തിൻ്റെ പ്രതീകമാണ്. ശിവഭഗവാനും പാർവതി മാതാവും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്ന ഈ സ്ഥലം സൃഷ്ടിയുടെ അടിസ്ഥാനമായ ചൈതന്യവും ഊർജവും തമ്മിലുള്ള സമതുലിതാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തെ നിരസിക്കുന്നതിലല്ല, അതിനെ സമന്വയിപ്പിക്കുന്നതിലൂടെയാണ് മോക്ഷം സാധ്യമാകുന്നതെന്ന് മല്ലികാർജുൻ നമ്മെ പഠിപ്പിക്കുന്നു. പുരുഷ സ്ത്രീ തത്വങ്ങൾ ബുദ്ധിയും വികാരവും തമ്മിൽ ഐക്യം പ്രാപിക്കുമ്പോൾ ആത്മസ്വാതന്ത്ര്യം ഉദിക്കുന്നു. അടുത്തത് ഉജ്ജയിനിലെ മഹാകാലേശ്വര ജ്യോതിർലിംഗം. കാലത്തിൻ്റെ അധിപനായ മഹാകാലനായി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുത്തുന്നു. കാലവും മരണവും ശരീരത്തെ മാത്രം ബാധിക്കുന്നതാണെന്നും ആത്മാവ് ശാശ്വതമാണെന്നും ഈ ലിംഗം ഓർമ്മിപ്പിക്കുന്നു. ഭയം, ഉത്കണ്ഠ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം മഹാകാലേശ്വരനിൽ സമർപ്പണത്തിലുള്ള ലയിക്കുന്നു. സമയത്തിനപ്പുറമുള്ള ആത്മതത്വത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്തത് മധ്യപ്രദേശിലെ ഓംകാരേശ്വര ജ്യോതിർലിംഗമാണ്. വിശുദ്ധമായ ഓംകാരത്തിൻ്റെ ദൃശ്യരൂപമാണ്. സൃഷ്ടിയുടെ ആദിശബ്ദമായ ഓം ഇവിടെ സ്പന്ദനമായി അനുഭവപ്പെടുന്നു. മന്ത്രത്തിൽ നിന്ന് നിശബ്ദതയിലേക്കും ശബ്ദത്തിൽ നിന്ന് ശുദ്ധ ചൈതന്യത്തിലേക്കും ആത്മാവിനെ നയിക്കുന്നതാണ് ഓംകാരേശ്വരത്തിൻ്റെ പ്രത്യേകത. അടുത്തത് ഹിമാലയത്തിലെ കേദാർനാഥ ജ്യോതിർലിംഗമാണ്. തപസ്, വൈരാഗ്യം, ആത്മശുദ്ധി എന്നിവയുടെ മഹത്തായ പ്രതീകമാണ്. കഠിനമായ സാഹചര്യങ്ങളിലും തളരാത്ത ഭക്തിയാണ് കേദാർനാഥ് പഠിപ്പിക്കുന്നത്. അനേകം ജന്മങ്ങളിൽ സഞ്ചിതമായ കർമ്മങ്ങൾ ഇവിടെ കൃപയാൽ ദഹിക്കുന്നു. അടുത്തത് മഹാരാഷ്ട്രയിലെ ഭീമാശങ്കര ജ്യോതിർലിംഗമാണ്. ധർമ്മസംരക്ഷകനായ ശിവഭഗവാന്റെ രൂപമാണിവിടെ. അകത്തള ശക്തി ഉണർത്തി ദൗർബല്യവും നെഗറ്റിവിറ്റിയും നീക്കുന്ന ഈ ലിംഗം ആത്മീയ യുദ്ധത്തിൽ വിജയിക്കാൻ ആവശ്യമായ ധൈര്യം നൽകുന്നു. അടുത്തത് വാരണാസിയിലെ കാശി വിശ്വനാഥ ജ്യോതിർലിംഗമാണ്. സർവ്വവിശ്വത്തിൻ്റെയും നാഥനെയാണ് പ്രതിനിധീകരിക്കുന്നത്. മോക്ഷനഗരിയായ കാശിയിൽ മരണം തന്നെ മോചനമാകുന്നു എന്നാണ് വിശ്വാസം. ആത്മാവിൻ്റെ കാതിൽ ശിവഭഗവാൻ തന്നെ താരകമന്ത്രം ജപിച്ചു മോക്ഷം നൽകുന്ന സ്ഥലമാണ് കാശി. അടുത്തത് നാശിക്കിലെ ത്രയംബകേശ്വര ജ്യോതിർലിംഗമാണ്. ശിവഭഗവാന്റെ ത്രിനേത്ര സ്വരൂപമാണിവിടെ. ഇച്ഛ,
ജ്ഞാനം, ക്രിയ ഈ 3 ശക്തികൾ സമതുലിതമാകുമ്പോൾ ആത്മീയ പരിപക്വത ഉണ്ടാകുന്നു. അന്തർനേത്രബോധത്തിൻ്റെ ഉണർവാണ് ഇവിടെ സംഭവിക്കുന്നത്. അടുത്തത് ജാർഖണ്ഡിലെ വൈദ്യനാഥ ജ്യോതിർലിംഗമാണ്. ദിവ്യവൈദ്യനായ ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ശാരീരിക രോഗങ്ങൾ മാത്രമല്ല, അഹങ്കാരം, ആസക്തി, അജ്ഞാനം തുടങ്ങിയ ആത്മീയ രോഗങ്ങളും ഇവിടെ ശമിക്കുന്നു. അടുത്തത് ഗുജറാത്തിലെ നാഗേശ്വര ജ്യോതിർലിംഗമാണ്. ആന്തരിക വിഷങ്ങളായ കോപം, കാമം, അസൂയ, അഹംഭാവം എന്നിവയെ ജയിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഉപചേതന മനസ്സിൻ്റെ ശുദ്ധീകരണത്തിലൂടെ മോക്ഷപാത തുറക്കപ്പെടുന്നു. അടുത്തത് തമിഴ്നാട്ടിലെ രാമേശ്വരം ജ്യോതിർലിംഗമാണ്. വിനയത്തിൻ്റെ പരമോന്നത പാഠമാണ്. ശ്രീരാമ ഭഗവാൻ തന്നെ സ്ഥാപിച്ച ഈ ലിംഗം ദൈവവും ദൈവത്തോട് ശരണം ചെയ്യുന്നു എന്ന സത്യം വെളിപ്പെടുത്തുന്നു. വിനയവും സമർപ്പണവും അനേകം ജന്മങ്ങളുടെ പാപങ്ങൾ ദഹിപ്പിക്കുന്നു. അടുത്തത് മഹാരാഷ്ട്രയിലെ കൃഷ്ണേശ്വര ജ്യോതിർലിംഗമാണ്. കരുണയുടെയും ക്ഷമയുടെയും ശുദ്ധപ്രേമത്തിൻ്റെയും പ്രതീകമാണ്. ജ്ഞാനത്തിലൂടെയോ തപസ്സിലൂടെയോ മാത്രമല്ല, സ്നേഹഭക്തിയിലൂടെയും മോക്ഷം സാധ്യമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഇങ്ങനെ 12 ജ്യോതിർലിംഗങ്ങൾ ഒരേ ദിവ്യപ്രകാശത്തിൻ്റെ 12 പ്രതിഫലനങ്ങളാണ്. അവയുടെ നാമസ്മരണയും ധ്യാനവും ഭക്തിയുടെ വഴിയിലൂടെ ആത്മാവിനെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുന്നു. ശിവഭഗവാൻ അകലെയുള്ള ദൈവമല്ല, നമ്മുടെ ഉള്ളിലെ തന്നെ ശുദ്ധ ചൈതന്യമാണ് എന്ന സത്യമാണ് ജ്യോതിർലിംഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹര ഹര മഹാദേവ. ഓം നമഃ ശിവായ. നന്ദി, നമസ്കാരം.